ഞാൻ ഒരു ഫൈസിയാണ്. ഞാൻ ഒരു ഫൈസിയാണ്. ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ആ വഴി തെറ്റിപ്പോയിരിക്കുകയാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായുടെ നേരിൽ നിന്നോ അതല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യരിൽ നിന്നോ ഫൈലിമാരായ ആൾക്കാർക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. എന്നിരുന്നാലും ഒരു കുറഞ്ഞ ശതമാനം, കുറച്ച് ആൾക്കാർ മാത്രമേ ആ ഫൈസിമാരിൽ നിന്നും ആ മാർഗത്തിലുള്ളൂ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. വളരെ കുറഞ്ഞ വിഭാഗമാണ്. എന്താണ് കാരണമെന്നറിയില്ല. ആ ഫൈസിമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചില മുജാഹിദ് ബാന്ധവമുള്ള ഉസ്താദുമാരോ മറ്റോ നിരന്തരം അവരെ പ്രേരിപ്പിച്ചത് കൊണ്ടോ മറ്റോ എന്നറിയില്ല, കുറെ ആൾക്കാർ അങ്ങനെ അവരെ പറ്റി സുഹാബികൾ എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് സുഹാബി എന്ന് വിളിച്ചാൽ? എൻ്റെ അഭിപ്രായത്തിൽ സുഹാബി എന്ന് പറഞ്ഞത് സുന്നിയും വഹാബിയും ചേർന്നത് എന്നല്ല. ചിലരൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സുഹാബി എന്ന് പറഞ്ഞാൽ സുന്നി വഹാബി എന്ന്. അതല്ല, സുഹാബി എന്ന് പറഞ്ഞാൽ ഉറച്ച വഹാബി എന്നാണ്. സു എന്ന മലയാളത്തിലുള്ള പദം ചേർന്നാൽ ഉറപ്പിന്റെ അർത്ഥം ഇട്ടു. സുഭദ്രം. ഭദ്രം എന്നതിന് സുഭദ്രം എന്ന് പറഞ്ഞാൽ കൂടുതലോ, നിശ്ചിതം എന്ന് പറഞ്ഞതിന് സുനിശ്ചിതം എന്ന് പറഞ്ഞാൽ കുറെ കൂടുതൽ ഉറപ്പുണ്ട് എന്നാണ്. അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട് മലയാളത്തിൽ സു ചേർന്നാൽ. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ മുസ്ലിംമാരുടെ വേഷം കെട്ടി എന്നിട്ട് ഈ സമസ്തക്ക് എതിരെയുള്ള ആൾക്കാരോട് ചാങ്ങാത്തം കെട്ടി എന്നിട്ട് വഹാബികളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരായാലും അവര് ഉറച്ച വഹാബികളെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളിപ്പോൾ അടുത്ത് അതിന് ഉപോത്ബലകമായ ഒരു സംഭവം കാണുകയുണ്ടായി. കുറെ കാലമായി സമസ്ത ഇവിടെ ഉണ്ടായത് തന്നെ വഹാബികളെ പ്രതിരോധിക്കാനാണ്. അപ്പൊ സമസ്ത സംഘടന ആകുന്നത് മുമ്പ് തന്നെ ഇവർ സംഘടിച്ചിട്ടുണ്ട്. അങ്ങനെ സംഘടിച്ചതായ മുജാഹിദ് വിഭാഗത്തിൽ ഒരുപാട് അവരുടേതായ മൗലവിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ഗദ്യത്തിലും പദ്യത്തിലും അറബിയിലും മലയാളത്തിലും ഒക്കെ കുറച്ച് പരിചയമുള്ളവരാണ്. എന്നിട്ട് ഇപ്പോഴിതാ ഒരു സുഹാബി അവരുടെ അത്തൗഹീദിന് മാല എഴുതിയിരിക്കുന്നു, അത്തൗഹീദിന് പദ്യരൂപം നൽകിയിരിക്കുന്നു, ബൈത്താക്കിയിരിക്കുന്നു. അപ്പോൾ ഈ സുഹാബി എന്ന് പറഞ്ഞാൽ ഉറച്ച വഹാബി എന്നല്ല ഇതിനർത്ഥം. വഹാബികളും കൂടി ചെയ്യാത്ത കാര്യമാണ്. ഇതുവരെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴവർക്ക് എത്ര സുഖാണ്. നാളെ അവിടെ വാദപ്രതിവാദം ഉണ്ടായല്ലോ പ്രവണ്ണയില്. അവർക്കിപ്പോ എത്ര സുഖാണ്. അവര് കിതാബ് നോക്കി ഇബാറത്ത് വായിച്ചിട്ട് അത്തൗഹീദിനെ സ്ഥാപിക്കാനാണ് ഇക്കാലം അത്രയും ശ്രമിച്ചത്. സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും ശക്തമായ, സുന്നത്തിനെതിരെ പ്രയോഗിക്കുന്നതായ ഏറ്റവും ശക്തമായ അവരുടെ ഗ്രന്ഥം അത്തൗഹീദാണ്. അത്തൗഹീദിലൂടെയാണ് നമ്മൾ സുന്നികളെ മുശ്രിക്കുകളാക്കിയത്. അത്തൗഹീദിലൂടെയാണ് ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നമ്മളെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള അത്തൗഹീദിന് കഴിഞ്ഞുപോയ മുജാഹിദീങ്ങൾ ആരും ഒരു പദ്യം എഴുതിയില്ല. അവർ വളരെ ബുദ്ധിമുട്ടി അതിന്റെ ഇബാറത്ത് വായിച്ചിട്ടാണ് അതൊക്കെ വാദിച്ചത്. ഇപ്പോഴവർക്ക് സുഖാണ്, ബൈത്ത് വേഗം പഠിക്കാലോ. ഇപ്പം കിതാബ് എടുത്ത് നടക്കണ്ട, ബൈത്ത് വേഗം പഠിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിനെതിരെ, സമസ്തക്കെതിരെ പ്രവർത്തിക്കാൻ, പ്രബോധനം ചെയ്യാൻ അവരുടെ ഭാഷയിൽ ഈ അത്തൗഹീദിന്റെ ബൈത്ത് വളരെ സഹായകമാണല്ലോ. എന്നിട്ട് അതിനെ ന്യായീകരിക്കാനും അതേപോലെ തന്നെ എന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നത്? അതിൻ്റെ ആ ടിപ്പണിയും എഴുതിയിരിക്കുന്നു. എന്നിട്ട് അതിനെ അനുകൂലിക്കുന്നതായ ആള് ചില സ്ഥാപനങ്ങളിലുണ്ട്. ആ സ്ഥാപനങ്ങളിൽ അതിർത്ത് പുച്ഛമായിട്ട് പറഞ്ഞിട്ട് ഞാൻ അതിലില്ല എന്നൊക്കെ പറഞ്ഞ് ഒരാളും കമയെന്ന് പോലും അതിനെതിരെ സംസാരിച്ചില്ല. ചിലർക്ക് പറയുന്ന അയാൾ മാപ്പ് പറയും. എന്തോ മാപ്പ് പറയാന്ന്? പണ്ട് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയ ഒരാള് മാപ്പ് പറഞ്ഞപ്പോ CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹത്തിന്റെ ശൈലിയിൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം, ഇരുമ്പുലൊക്കെ വിഴുങ്ങി ചുക്ക് വെള്ളം കുടിക്കുന്ന പരിപാടി വേണ്ട.
മനസ്സിലായില്ലേ? അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ശൈലി നിങ്ങൾക്ക് അറിയാലോ. അദ്ദേഹം നല്ല